ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഷെനി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മിഹ്റാജ് നോമ്പായതുകൊണ്ട് ആർക്കും ഇന്നും രാവിലെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. പൂച്ചക്കുട്ടി അവിടെ കിടന്നിട്ടുണ്ട്. ഞാൻ എന്തുണ്ടാക്കുമെന്ന് ഇരുന്നപ്പോഴാണ് പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോൾ മക്കൾ പറഞ്ഞു, എപ്പോൾ നോക്കിയാലും ഈ പഴംപൊരി തന്നെയാണോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ റൊട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് റൊട്ടി പബ്സും പഴംപൊരി ഉണ്ടാക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ വാഷിംഗ് മെഷീൻ തുണിയിട്ട് അത് അലക്കാനായിട്ട് ഇട്ട് ഇന്ന് എണീക്കാൻ നേരം പോയിനി. പിന്നെ വേഗം പബ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ഉള്ളി നന്നായി നല്ലോണം വഴറ്റി വരുമ്പം തന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്ത് പബ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മസാല തയ്യാറാക്കി. ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ മസാല തയ്യാറാക്കിയപ്പോൾ വേഗം തന്നെ ഇനി പഴംപൊരിക്കുള്ള മാവാക്കാമെന്ന് വിചാരിച്ച് അതിന് ഞാൻ വേഗം തന്നെ മുട്ട എടുത്ത് 3 മുട്ട, നമ്മൾ മൂന്നാളുള്ള എൻ്റെ 2 മക്കളും ഞാനും 3 പേർക്കും നോമ്പുണ്ട്. അപ്പോൾ ഞാൻ 3 മുട്ട പുഴുങ്ങാൻ അവിടെ വെച്ചിട്ടുണ്ട് കറണ്ട് സ്റ്റൗവിൻ്റെ മേലെ. അപ്പോഴേക്ക് ഇപ്പുറത്തുനിന്ന് മസാലയാക്കി അങ്ങനെ മുട്ട നന്നായി വെന്ത് പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കൈതച്ചക്ക ജ്യൂസ് അടിക്കാമെന്ന് കരുതി. കുറച്ച് നല്ലൊരു പറ്റി കിട്ടാൻ വേണ്ടി ഞാൻ മസാലക്കകത്ത് കുറച്ച് സോസ് ഒഴിച്ച് കൊടുത്ത് അങ്ങനെ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മസാല വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മുട്ട മുറിച്ച് മസാലക്കകത്ത് ഇട്ട് കൊടുത്ത് കുറച്ച് മസാലക്കകത്തെല്ലാം ഇട്ട് കൊടുത്തതിന് പബ്സിനുള്ള മസാല റെഡിയാക്കി അവിടെ വെച്ച് അങ്ങനെ മസാല റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പഴംപൊരിക്കുള്ള പൊടി ഇട്ട് കൊടുത്ത് അതിനാവശ്യമായ മൈദയും ഞാൻ തന്നെ ക്യാമറ പിടിക്കുന്നതുകൊണ്ടൊന്നും വലിയ ക്ലിയറൊന്നും കിട്ടിയിട്ടില്ല. കഴിയുന്ന പോലെ അങ്ങനെ പിടിച്ചു. അങ്ങനെ പഞ്ചസാരയും കുറച്ച് ഉപ്പും കുറച്ച് അപ്പക്കാരവും എല്ലാം ഇട്ട് നന്നായി കലക്കി പഞ്ചസാര നല്ല മധുരം ഉണ്ടെങ്കിൽ മാത്രമേ പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലാണ്ട് തിന്നാനൊന്നും അത്ര വലിയ ടേസ്റ്റ് തോന്നില്ല. അതുകൊണ്ട് ഞാൻ നന്നായി മധുരം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനത് മാവ് നന്നായി മിക്സിങ് ആക്കി നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് അപ്പോഴാണ് ഞാൻ ഉപ്പിടാൻ മറന്നുപോയത്. വേഗം പോയി ഉപ്പിട്ട് അതും ആക്കി അത് അതിൽ പിടിച്ചിട്ടില്ല. പിന്നെ വേഗം പഴംപൊരി അവിടെ പൊരിച്ച് എനിക്കത്ര വലിയ ഐറ്റംസൊന്നും അറിയില്ല. കടിയൊന്നും ഉണ്ടാക്കാൻ അങ്ങനെ അറിയില്ല. അധികവും ഞാൻ പഴംപൊരി തന്നെ ഉണ്ടാക്കൽ. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ പറയാറുണ്ട് വെറും ഒരു പഴംപൊരി അറിയുമെന്ന്. പിന്നെ എൻ്റെ വീട്ടിലവരെല്ലാം ഉണ്ടാക്കാറുണ്ട് റൊട്ടി പബ്സ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പഴംപൊരി എല്ലാം റെഡിയായി. അടുത്തത് നമുക്ക് റൊട്ടി പബ്സ് ഉണ്ടാക്കാം. മസാല നേരത്തെ തയ്യാറാക്കി വെച്ചിനല്ലോ, അതുകൊണ്ട് വേഗം തന്നെ റൊട്ടിമേൽ മസാലയാക്കി കൊടുത്ത് മുട്ടയും വെച്ച് റൊട്ടി പബ്സ് തയ്യാറാക്കാൻ തുടങ്ങി. സമയം 1:30-2 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇനിയും സമയമുണ്ട് കുറേ. ഞാൻ പിന്നെ അസർ വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ്
കടിയെല്ലാം ആക്കി വെച്ചാൽ എനിക്ക് കുറച്ച് ഖുർആനൊക്കെ ഓതാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ വേഗം കടി ഉണ്ടാക്കി വെക്കുന്നത്. ഇനി പിന്നെ ഒരു ജ്യൂസ് മാത്രമേ കുറച്ച് ലൈറ്റായിട്ട് അടിക്കേണ്ടതുള്ളൂ. അങ്ങനെ ഞാൻ പബ്സും ഉണ്ടാക്കി. നിങ്ങൾക്കെല്ലാം അറിയുമോ ഇതുണ്ടാക്കാൻ? സിമ്പിളായൊരിതാണ്. അധികം എണ്ണയിൽ പൊരിക്കുകയൊന്നും വേണ്ട. കുറച്ച് പശു നെയ്യ് അതിൽ തടയി കൊടുക്കുന്നു. ഇങ്ങനെ ഒന്നാക്കുന്നു. 2 ഭാഗം മറിച്ചിടുമ്പോൾ നല്ലൊരു ഐറ്റംസ് ഉണ്ടാകും. അതുകൊണ്ട് പിന്നെ എണ്ണ തട്ടാതെ ആയിട്ട് ഇതങ്ങനെ പൊട്ടിപ്പബ്സും റെഡിയായി.